ഇതാരെങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നേ? ഇതൊരു കള്ളത്തരമുള്ള പോലെ. വായോ, എന്താ? വാ വേം വാ. എന്തോ കയ്യിലുണ്ട് കേട്ടോ. കയ്യിലെന്തോ. യെസ് യെസ് യെസ്. യാമി, അത് ചെമ്പരത്തിയാണോ? മീനൂട്ടിക്ക് ചേച്ചി കൊടുക്കാനാ? അല്ല, മധുവങ്കളുടെ ചെവി ചൂടാൻ. എന്താ അത് കയ്യില് യാമിക്കുട്ടി? ചെമ്പരത്തി. ചെമ്പരത്തി. ഇത് ആർക്കാ ഇത്? ഇത് മീനൂട്ടിക്കും പിന്നെ ജഡ്ജസിനും. ആ ചോദ്യം നമുക്ക് ആർക്കും സേഫ് അല്ലായിരുന്നു. യാമിക്കുട്ടി, മീനൂട്ടന്റെ ചെവിയിൽ വെച്ചു കൊടുത്തോളൂ ആ ചെമ്പരത്തി. ആദ്യം എം ജെങ്ങളുടെ മൂത്തവർക്കാണ് ആദ്യം നമ്മൾ ഇവിടെ എന്ത് കൊണ്ടാലും ചോക്ലേറ്റ് ഉൾപ്പെടെ നമ്മൾ അവിടെ അത് കഴിഞ്ഞിട്ട് മതി. അത് വേണ്ട ആര്യ ചേച്ചി. യാമിക്കുട്ടി ഒന്ന് ചെവിയിൽ വെച്ചു. ആദ്യം ആർക്ക് വെക്കണം എന്നാ യാമിക്കുട്ടിക്ക് ആഗ്രഹം? കുട്ടികളുടെ ആഗ്രഹമാണ് മെയിൻ. കുഞ്ഞു ചെല്ല് എന്നിട്ട് ഇവിടെ വന്നാ മതി കേട്ടോ. അയ്യോ അയ്യോ, ഭയങ്കര ഹൈറ്റ് ഉണ്ട് ആ സ്ഥലം. ഒരു കൊക്ക പോലെ അവർക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇതാണ് കുണുക്കിട്ട കോഴി, അടുത്തത് കുളക്കോഴി, ഇത് കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി. എല്ലാരും ആയി. ഇങ്ങനെ ഒരു ജഡ്ജിങ് പാനൽ ഇത് ചരിത്രത്തിൽ ആദ്യമായി. ചെമ്പരത്തി നമ്മുടെ വളരെ നല്ലൊരു പുഷ്പമാണ്. ഇനി മീനൂട്ടി കുഞ്ഞും വെക്കുന്നുണ്ടോ? വലത്ത ചെവിയില് അങ്ങനെ അങ്ങനെ വെച്ചു. ആരെയും പറഞ്ഞു. ഇനി യാമിക്കുട്ടിയുടെ ചെവിയിൽ വെക്കണല്ലേ? യാമിക്കുട്ടിയും വെച്ചു. പക്ഷെ ശരിക്കും ഇത് വെക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വെച്ച് തരണോ? മീനൂട്ടിക്ക് നന്നായിട്ട് ചേരണ്ട്. മധുവങ്ങളും ഒരേ ചേർച്ച. എന്ത് സ്പീഡിലാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഏതാണ് പാട്ട്? കുണുക്കിട്ട കോഴി. അതാരാ? കുണുക്കിട്ട കോഴി. കോഴി. കുളക്കോഴി. കുളക്കോഴി. അതാരത്? കോഴി. കോഴിയോ? അതല്ല, കൊച്ചിങ്ങനെ ആരാന്ന് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു. പാവാതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. കുഞ്ഞു മനസ്സിൽ കള്ളമില്ല. അതെ, അവള് പറഞ്ഞ സത്യമാണ്. അപ്പൊ കുളക്കോഴിയോ? കുളക്കോഴിയോ? അതാരാ? ആര്യ ചേച്ചി. ഇനി കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി അപ്പുറം ഇരിക്കുന്നത്. അടുത്ത് തന്നെ നിക്കണ്ട്. മധുവങ്കൾ ഉഷാറായി. ഇനി എന്റെ അത് വേറെ ആരെങ്കിലും ഇല്ലല്ലോ? കന്നി ചെമ്പരത്തി. അത് വേണം, ഞാൻ ആയിക്കോളാം. ചെവിയിലിരിക്കണം.